ആ സമയത്ത് പറഞ്ഞിട്ട് ആദ്യമൊക്കെ ഇടുമ്പോൾ 1 കിലോ സാധനത്തിന് 2 രൂപ 3 രൂപ ഉണ്ട് കിലോ. ആ സാധനം 80 രൂപ 90 രൂപ. ചെറിയ പിള്ളേരെല്ലാം ചേട്ടന്മാരും അധികം പ്രായമുള്ളവരൊക്കെ കൊച്ചുപിള്ളേരില്ല. 10 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുക? 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ പുതിയതെന്തെങ്കിലും തുടങ്ങായിരുന്നു. ഇനി 100 രൂപ ഉണ്ടെങ്കിലോ? അപ്പം നമ്മൾ ചിന്തിക്കും 1000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ പുതിയതെന്തെങ്കിലും തുടങ്ങായിരുന്നു എന്ന്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നിന്നും നമ്മൾ വിചാരിക്കുന്ന ലെവലിലേക്ക് എത്തുക, അതാണ് ജീവിതത്തിൽ സക്സസ് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ചെറുതിൽ നിന്ന് തുടങ്ങി ജീവിതത്തിൽ സന്തോഷം അല്ലെങ്കിൽ വിജയം കൈവരിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് പോയാലോ? അതിനായി ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി വെങ്ങോല റോട്ടിലാണ്. നല്ല വെയിലല്ലേ? നമുക്കപ്പോൾ ആദ്യം ഒരു മോര് കുടിച്ച് തുടങ്ങിയാലോ? നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പം എത്ര വർഷമായി ഇവിടെ ഇങ്ങനെ കട തുടങ്ങിയിട്ട്? ഇവിടെ വന്നിട്ട് 15 വർഷം. 15 വർഷമായി. അപ്പൊ ഇത് ഫസ്റ്റ് ആദ്യം ഉണ്ടായിരുന്നത് ഇവിടെ വന്നിട്ട് എന്ന് പറയുമ്പോൾ മുന്നേ എവിടെയായിരുന്നു? മുന്നേ ഇത് തന്നെ ഒരു 15 വർഷം പുല്ലുവഴിയില്. 15 അല്ല 20 വർഷം. 20 വർഷമായിട്ട് പുല്ലുവഴിയിലെ ഇത് തന്നെ. അപ്പോ എങ്ങനെയാ തുടക്കം? എങ്ങനെയായിരുന്നു ഈ കടേന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭത്തിന്റെ? ഒറ്റയ്ക്കായിരുന്നോ തുടങ്ങിയതോ കൂടെ? ഒറ്റയ്ക്കായിരുന്നു തുടങ്ങിയത് ആദ്യം? തുടങ്ങിയത് ഞാനും എന്റെ സ്വന്തത്തിൽപ്പെട്ട ഒരു ചേട്ടനാണ് കൂടി. ഇപ്പോഴല്ലോ കേരളത്തിൽ അത് ഞങ്ങൾ 2 മാത്രം. ഞങ്ങൾ തൃശ്ശൂർ കൂടിയാണ് സാധനോത്സവം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ രീതിയിലായി. ആദ്യം 2 കിലോത്തിലാണ് പരീക്ഷണം. ആദ്യം എന്തായിരുന്നു ഉപ്പിലിട്ട് തുടങ്ങിയ? മാങ്ങയായിരുന്നോ? നെല്ലിക്ക ആദ്യം ഇട്ട്, അത് കഴിഞ്ഞ് മാങ്ങ, പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പിന്നെ കിട്ടിയതെല്ലാം നല്ലതായിട്ട് തുടങ്ങി. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുതിയതായിട്ട് ഇട്ട് തുടങ്ങിയത്? പുതിയതായിട്ട് പിന്നെ പറഞ്ഞാൽ ധാരാളമല്ല. അരിനെല്ലിക്ക, രൂപിക്കൊക്കെ ആദ്യം ഉണ്ടായി. പിന്നെ കിഡ്സ് പാവയ്ക്ക് അറിയണം. അപ്പം സാധാരണ നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ചൗച്ചോ അല്ലെങ്കിൽ എന്തിപ്പഴം അതൊന്നും നമ്മളങ്ങനെ പുറമേ അങ്ങനെ കാണാറില്ലല്ലോ, ഉപ്പിലിട്ടത് അങ്ങനെ അധികം. ഇതൊക്കെ കിട്ടാനില്ല. ഇതൊക്കെ വളരെ ചില സാധനങ്ങളൊക്കെ ചില ഉപ്പുമ്പോഴുള്ളൂ. അത് സാധാരണ ആൾക്കാർ പോകാറില്ല. ഇപ്പോഴല്ലേ ഇതൊക്കെ ആയി. ഇപ്പൊ എല്ലാവരും ഇടുക്കി ഗുണമെല്ലാം 3-6 വഴി നിറച്ചായി. തിരുവനന്തപുരത്ത് ഇത് മേടിക്കാറുണ്ട്. ഇവിടെ അവിടെ ആ റൂട്ടില്ലേ ആലുവ, തൃശ്ശൂർ, അപ്പൊ അതിന് പോകുമ്പോ ബസ് നിർത്തി ഒരാൾ കൊണ്ടുപോയാൽ പിന്നെ ഇതിന് അറിയാൻ പോണ പോറിലേക്ക് വരുമ്പോ അവർ എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവുള്ള മുട്ടയും മോരും മുട്ടയാണ് എന്റെ മുഖ്യമായ ഇത്. സൈഡ് ഈ മോരും മുട്ട എന്ന് പറയുമ്പോ അത് സ്പെഷ്യൽ ആവാൻ കാരണം അതിനകത്ത് എന്തെങ്കിലും മസാല അങ്ങനെ എന്തെങ്കിലും മുളക് നിങ്ങൾ കുടിച്ചതുപോലെ അങ്ങനെ. പക്ഷെ നല്ല എരിവല്ലേ? എന്നാലും എല്ലാരും വന്ന് കുടിക്കുമല്ലോ അല്ലേ? എരിവ് കുടിക്കാനല്ല.
അപ്പൊ ഇവിടെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് മോരും മുട്ടയും. മോര്, മുട്ട, പിന്നെ ഉപ്പ് സോഡ, മോര് സോഡ, കഴിച്ച് കഴിയുമ്പോൾ അങ്ങനെ ഇത് കഴിക്കുന്നത്. അപ്പം ഇതെല്ലാം എരിവാണല്ലോ. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ എരിവ് മാറ്റാൻ വേണ്ടിട്ട് ഏതാ കൂടുതൽ അതിനാണ് ഈ സൈഡായിട്ട് ഈന്തപ്പഴം? ഈന്തപ്പഴം തേനിലിട്ടതോ? അതില്ല. അത് കഴിച്ച ഇപ്പൊ ഞാൻ കണ്ടു ആ ചേട്ടൻ കഴിച്ചിട്ട് പോകുന്നത്. എരിവ് മാറാൻ വേണ്ടിട്ട് അതോടെ കഴിക്കാം. എത്ര മണിക്കാ അപ്പൊ ഇവിടെ തുടങ്ങുന്നത്? എത്ര മണി വരെ ഉണ്ടാവും? ഞാൻ രാവിലെ 10 മണി വരെ ഉണ്ടാവും. 10 മണി വരെ ഉണ്ടാവുക. പകല് 12 മണി കഴിക്കണം. രാവിലെ കയറി പറിക്കുമ്പോൾ സമയം പോകും. ഈ നേരത്തെ വന്നാലും തിരക്കുണ്ടാവുമായിരിക്കുമല്ലോ അല്ലെ? പിന്നെ തിരക്ക് വരാൻ പോകുന്നുള്ളൂ. ഓ, ഉച്ച സമയത്ത് രാവിലെ വലിയ തിരക്കുണ്ടാവും, പിന്നെ വൈകുന്നേരം തിരക്കുണ്ടാവും. അപ്പൊ എങ്ങനെ ഇവിടെ ഇപ്പൊ സ്കൂളോ അല്ലെങ്കിൽ കോളേജോ ഒന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയുള്ളവരെ ഇവിടെ ഈ സമയത്ത് യാത്രക്കാര്? പിന്നെ സ്കൂളുണ്ട് ഇവിടെ, ദൂരോട്ട് പറയും കോളേജ്. പിന്നെ കോളേജ് പണമുള്ളവരും സ്കൂളിൽ കുറവുള്ളവരും ഇതിലെ പോകുമ്പോ വന്ന് കയറിയിട്ട് പോകും. ഇവിടെ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരു കുഞ്ഞു കടയാണല്ലോ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു 15 വർഷമായി. എന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കട ഇപ്പോഴെന്താ പുതുക്കുക അല്ലെങ്കിൽ മാറ്റം വരുത്താം? വെടിക്കട മാത്രമേ ഇത് വെടിക്കട മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ചിക്കൻ അച്ചടിച്ചു, പിന്നെ ഇതിന്റെ തറ പലയിട്ട് പിടിപ്പിച്ചു. ഒത്തിരി താഴെ അങ്ങനെ പിടിപ്പിച്ചു. അങ്ങനെയാണ് ഇതാക്കിയെടുത്തത്. ഇപ്പൊ ഒരുപാടായോ ഇതിപ്പോ പുതുക്കിയിട്ട്? ഏതാണ്ട് 15 ദിവസം ഇവിടെ വന്നിട്ട് 15 ദിവസം. അപ്പൊ പുതുക്കിയിട്ടോ? പുതുക്കിയിട്ട് 8-9 ദിവസം. 8-9 വർഷമായിട്ടോ അല്ലെ? വേറെ ചേട്ടനല്ലാതെ വേറെ ആരും ഇവിടെ വരുന്നിരിക്കുന്നേ? ചേട്ടൻ ചേച്ചി വന്നിരിക്കാറുണ്ട്? അതൊരു 1 മണിയാകുമ്പോ ഞാൻ ചോറിനാൻ മുമ്പ് 2 മണിയാകുമ്പോ വരും. ചോറിലേക്ക് വന്നാൽ അപ്പൊ രാത്രി എന്നൊക്കെ പറയുമ്പോഴത്തേനും കുറെ ചെറിയ പിള്ളേര് ചേട്ടന്മാര്? ചെറിയ പിള്ളേരല്ല, വലിയ ചേട്ടന്മാര് വരും. അധികം പ്രായമുള്ളവരൊക്കെ കൊച്ചുപിള്ളേരല്ല. ഓ, ഇനിയിപ്പോ നോയമ്പൊക്കെ തുടങ്ങാൻ പോവല്ലേ? അപ്പൊ 8 മണി വരെ ഉണ്ടാവും. 8 മണി വരെ ഉണ്ടാവുള്ളൂ. എന്നാ കാര്യം ചെലവ് കിട്ടും. ഈ പിള്ളേരുടെ വലിയ ശല്യവും അവിടെ തിരിഞ്ഞ ആൾക്കാരാണ്. വണ്ടിക്ക് പോകുമ്പോഴുള്ള കൂട്ടും. അപ്പോ ഇത് തുടങ്ങിയ സമയത്ത് എത്ര രൂപ മുതൽ മുടക്കിയാണ് അല്ലെങ്കിൽ എത്ര രൂപയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തത്? അതിന് കൃത്യമായ കണക്കുണ്ടാവില്ല, എന്നാലും ഈ സാധനങ്ങളുടെ കുടിക്കുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ആദ്യമൊക്കെ ഇടുമ്പോ 1 കിലോ സാധനത്തിന് 2 രൂപ 3 രൂപ ഉണ്ട് കിലോ. ആ സാധനം 90 രൂപ. ഈ ഇടുന്ന മുളകും അന്ന് 1 രൂപ ഇടുക, ഇന്ന് 450 രൂപ 500 രൂപ മുളക്. അപ്പൊ അങ്ങനെ സാധനങ്ങൾക്ക് വില കൂടി, അതനുസരിച്ച് വില കൂടി. സാധനങ്ങൾ നമ്മൾ വിൽക്കുന്നതിന്റെ റേറ്റും കൂടിയാണ്. ഓടാണ്ടിരിക്കാൻ പറ്റില്ല. അതെ, അങ്ങനെയായിരുന്നു. ഇപ്പൊ പൊതുവെ ഇപ്പം പുതിയത് ജോലി എടുക്കുന്ന ആൾക്കാരെങ്കിൽ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ 10 രൂപ കയ്യിലുണ്ടെങ്കിൽ 100 ആയിരുന്നെങ്കിൽ ബിസിനസ് തുടങ്ങാമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലാണ്. അല്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് തുടങ്ങാൻ അങ്ങനെയുള്ളവരോട് എന്താ പറയാ? ഞാൻ അതിനൊന്നും അതിലില്ല. എന്റെ കയ്യിലുള്ള പോലെ ആദ്യം 1 കിലോ 2 കിലോ. അപ്പൊ ഉള്ളതിൽ നിന്നാണ് നമ്മള് ഉള്ളത് അങ്ങോട്ട് തുടങ്ങിയേക്കാം. പരീക്ഷണം ചെയ്തതാണ്. പരീക്ഷിച്ചപ്പോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ 1, 2, 3 ആയി, 5 10 പിന്നെ 50 100. സാധനങ്ങള് വെറൈറ്റി സാധനങ്ങൾ. അപ്പൊ ഈ ഉപ്പിലിട്ടതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഏതാ? ക്യാരറ്റ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അല്ലേ? അപ്പൊ എത്ര നാളിട്ട് വെക്കേണ്ടി വരും ഇത്രയും ഈ ഒരു ഉപ്പും പുളിയും അല്ലെങ്കിൽ എരിവൊക്കെ പിടിച്ചു വരുന്നത്? നെല്ലിക്ക ഒരു 15-20 ദിവസം
അത് പൊളിച്ചൊക്കെ ഇപ്പൊ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് എടുക്കുന്നത്? കൊണ്ടുവരുന്നതാണോ ആരെങ്കിലും കൊണ്ടുവരുന്നതാണോ? ഇവിടെ വരെ പരിചയപ്പെട്ട കൊണ്ട് അവര് നമുക്ക് ഇവിടെ എത്തിച്ചു. നമ്മൾ പോകുന്നില്ല കറക്റ്റായിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ അവര് കൊണ്ടുതരും അല്ലേ? വീട്ടില് അപ്പൊ വീട്ടിലായിരിക്കും ഉള്ളത്? വീട്ടില് എനിക്ക് 2 പെൺപിള്ളേരാ. ആണോ? രണ്ടെണ്ണത്തിനെ കെട്ടിച്ചു. പിന്നെ ഞാൻ വന്നിട്ട് ഒരു മറ്റേ ഒരു ഇളമോള് കുറഞ്ഞു പോയി, മറ്റൊരു പട്ടാമ്പിയിലെ അവരിപ്പോ അവിടുന്ന് പോവാ, ബാംഗ്ലൂർക്ക് പോവാ ജോലിയും കൊണ്ട്. ഇളമോളിപ്പോ പോവും മിക്കവാറും. പെണ്ണ് വന്ന ആളും ഏപ്രിൽ വരുന്ന പറഞ്ഞു. അവർക്ക് ജോലിയുണ്ടോ? പോ അവരൊക്കെ നഴ്സുമാരാ. നഴ്സുമാരോ? പെണ്ണുങ്ങൾ 2 നഴ്സ്. ചെറുക്കൻ നഴ്സിന് പഠിപ്പിക്കുക. മറ്റവൻ ശ്രീലങ്ക പഠിക്കുന്നുണ്ട്, ജനറൽ മാനേജർ. ഓ, അങ്ങനെ. അപ്പൊ ഇതൊക്കെ ഈ ഒരു കടയിൽ നിന്നുള്ള വരുമാനം ഈ ഒരു കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണോ അങ്ങനെയൊക്കെ? മക്കളെ പഠിപ്പിച്ചതാണെങ്കിലും കല്യാണം ആണോന്ന് വെച്ചാണ് അല്ല അവിടെ ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, പ്രജാതി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓൺലൈൻ വന്നപ്പോൾ വീട്ടിൽ പോയി. പിന്നെ അവിടുത്തെ വരുമാനമാണ് പിന്നെ ലോൺ എടുത്ത് ചെയ്ത് വളരെ. ഇപ്പൊ എന്താ തോന്നുന്നത്? ലോണൊക്കെ കഴിഞ്ഞോ? എനിക്ക് ഒരു ബാധ്യതയില്ല, സമാധാനമായിട്ട് കടയായിട്ട് പോകുന്നു. ഇനി പേര് വെച്ചിട്ടുള്ള കച്ചവടം, ആദ്യം ഊരിയിട്ടുള്ള കച്ചവടം. അതെ, ഉള്ളത് വെച്ചിട്ട് വേണം പോലെയെന്ന്. ഓക്കെ, അപ്പൊ ഇത്രയും വിശേഷങ്ങൾ തന്നത് ഒരുപാട് താങ്ക് യു.